ചില തർക്കവിതർക്കങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇവിടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരനും CPIM പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടായി. ആലപ്പുഴ ലജനത്ത് സ്കൂളിലെ ബൂത്തിലാണ് ഈ തർക്കം. ബൂത്തിനുള്ളിൽ വോട്ട് ചോദിച്ചത് CPIM പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് തർക്കത്തിനിടയാക്കിയത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം ഒന്ന് പോകാം. അശ്വിൻ ബാല ആലപ്പുഴയിൽ നിന്ന്. അശ്വിന, അവരുടെ പഴയ തട്ടകത്തിലെ സുധാകരൻ സാറാണ്. സുധാകരൻ സാറുമായി ഇപ്പോഴത്തെ പ്രവർത്തകർക്ക് എന്താണ് പ്രശ്നം, എന്താണ് അവിടെ സംഭവിച്ചത്? സുനിൽ, ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ജി സുധാകരൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തുന്നത്. അവിടെ സുധാകരനൊപ്പം നിരവധി കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഈ ബൂത്ത് പരിസരത്ത് വോട്ട് തേടുന്നു എന്നുള്ളതായിരുന്നു CPIM പ്രവർത്തകരുടെ ആരോപണം. അത് അവിടെ സാധ്യമല്ല എന്ന് CPIM പ്രവർത്തകർ സുധാകരനെ അടക്കം അറിയിക്കുകയും ചെയ്തു. പക്ഷേ അതിനോട് സുധാകരൻ പ്രകോപനപരമായാണ് ഇടപെട്ടത് എന്ന് CPIM പ്രവർത്തകർ പരാതിയും പറയുന്നുണ്ട്. അതേസമയം ജി സുധാകരന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം തന്നെ ബൂത്തിലേക്ക് കയറ്റാൻ അനുവദിക്കാതെ അവിടെ CPIM പ്രവർത്തകർ തന്നെ തടയുകയായിരുന്നു എന്നാണ് വിശദീകരിക്കുന്നത്. അതേസമയം CPIM പ്രവർത്തകർ പറയുന്നത് പരിധിക്കപ്പുറം കോൺഗ്രസ് പ്രവർത്തകരെയുമായി ബൂത്ത് പരിസരത്തേക്ക് എത്തി അവിടെ ഉണ്ടായിരുന്ന വോട്ടർമാരോടക്കം വോട്ട് തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പെരുമാറ്റച്ചട്ടം പ്രകാരം അടക്കം തെറ്റായ സമീപനമാണ് എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ബൂത്തിനുള്ളിലേക്ക് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അനുവദിക്കില്ല എന്ന ഒരു നിലപാടിലേക്ക് CPIM പ്രവർത്തകർ പോയത്. എന്തായാലും സുധാകരനും CPIM പ്രവർത്തകരും തമ്മിൽ വലിയ വാക്കുതർക്കം ഈ ലജനത്ത് സ്കൂളിൽ നടന്നു. പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരും CPIMന്റെ മുതിർന്ന നേതാക്കളും എത്തിയാണ് അവിടെ ഒരു അനുനയം ഉണ്ടായത്. വലിയ തർക്കം അവിടെ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും പ്രശ്നം അതിനുള്ളിൽ തന്നെ പരിഹരിക്കുകയും ചെയ്തു. എന്തായാലും ജി സുധാകരന്റെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നേരത്തെ എച്ച്സലാം, അതായത് അമ്പലപ്പുഴ LDF സ്ഥാനാർത്ഥിയും ജി സുധാകരൻ നേരിൽ കണ്ടുമുട്ടിയത്. അപ്പോൾ എച്ച്സലാം സുധാകരൻ സാറേ എന്ന് പറഞ്ഞ് കൈ വീശിയിരുന്നു. പക്ഷെ അത് മൈൻഡ് ചെയ്യാതെ സുധാകരൻ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതെ, അതായത് ഈ സുധാകരൻ സഖാവ് അത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു കാഴ്ച. യഥാർത്ഥത്തിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു കൗതുക കാഴ്ച കൂടിയാണല്ലേ. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവരെങ്ങനെയായിരിക്കും അതിനെ എടുക്കുക? ഇത്രയും കാലം ഹൃദയത്തോട് ചേർത്ത് വെച്ച നേതാവാണ്. ഇപ്പോൾ അങ്ങനെ പ്രതികരിക്കുമ്പോൾ എന്തായിരിക്കും ഇവരുടെയൊക്കെ മനസ്സിൽ കൂടെ പോകുന്നത് എന്നുള്ള രാഷ്ട്രീയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.